പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കി ഇങ്ങനെ പോയാൽ നടക്കൂല, ഞാൻ പിന്നെ പഴയതുപോലെയാവും. ഞാൻ നൈസിന് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ വാട്സപ്പിൽ കുറേ നമ്മൾ ആക്റ്റീവായിട്ടുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്, അതൊക്കെ അങ്ങ് ഒഴിവാക്കി ഞാൻ പഠിത്തത്തിൽ മാത്രം നിന്നു. പിന്നെ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഈ 5 മാസം വീട്ടിൽ ഒരു രൂപയും കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ അനിയന് ചെറിയ ജോലിയുണ്ട്, അവനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ. അവസാനത്തെ ഒരു 2 മാസം കറക്റ്റ് ഇന്ന് പഠിച്ചാൽ കിട്ടും, ഉറപ്പാണ്. കിട്ടിയിട്ടുണ്ടെന്ന് തെളിവാ ഞാൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിജയികളായിട്ടുള്ള എയ്ഫ്രൈറ്റ്സുമായിട്ടുള്ള സംസാരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം സിമ്പിളാണ്. സിമിലർ സിറ്റുവേഷനിലുള്ള ഇതുവരെ ക്വാളിഫൈ ചെയ്യാത്ത അടുത്ത സെറ്റ് ഓഫ് ആളുകൾക്ക് അവരുടെ വിജയത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക. അതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വരും എക്സാമുകളിൽ വരും പരീക്ഷ നിങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് എയ്ഫറേറ്റ് ആയിട്ടുള്ള ഇപ്രാവശ്യം ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് JRF നേടിയിട്ടുള്ള കഹാറാണ്. ഓൾറെഡി നിങ്ങൾ പല ന്യൂസ് മീഡിയാസിലും ചാനലുകളിലൊക്കെ കഹാറിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കഹാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പേപ്പർ 1 പേപ്പർ 2 ഒക്കെ എങ്ങനെയൊക്കെ പിടിച്ച് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. സോ കഹാർ, വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ്. ഓക്കെ, സോ കഹാർ ഭായ്, നമ്മൾ ഈ ഓരോരോ ആളുകൾക്ക് അവരുടേതായ പ്രിപ്പറേഷൻ്റെ ഓരോരോ ആസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ബോയ്സിനെ സംബന്ധിച്ചൊക്കെ നമ്മളൊക്കെ നേരിടുന്ന ഒരു വലിയൊരു ക്രൈസിസ് മേ ബി ഒരു പോസ്റ്റ് 25 ക്രൈസിസ് ഒക്കെ ഉണ്ടാവും. അതായത് ഒരു 25 വയസ്സൊക്കെ ആയാൽ ബേസിക്കലി അപ്പോഴത്തേനൊക്കെ ആയിരിക്കും 23, 25 ഒരു PG ഒക്കെ കഴിഞ്ഞൊക്കെ ഉള്ള ഒരു സമയം. ആ സമയമാകുമ്പോഴത്തേനും പെട്ടെന്ന് ജോലി നേടുക, ജോലി ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ PG പഠിച്ചു, ഹയർ എഡ്യൂക്കേഷൻ പഠിച്ചു എന്നുള്ളത് കൊണ്ട് പെട്ടെന്നൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ബോയ്സിനൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു നേരിടുന്ന ഒരു ചലഞ്ചാണ് ഒരു പോസ്റ്റ് 25 അല്ലെങ്കിൽ ആ ഒരു ഏജിലൊക്കെ പിന്നെ പഠനം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ നമ്മളെ പരിചയത്തിലൊക്കെ സർക്കിളിലൊക്കെ ബോയ്സൊക്കെ ആ സമയമാകുമ്പോൾ ഏതെങ്കിലും ഒരു ജോലി കയറും. മോസ്റ്റ് ഓഫ് ദ കേസസ് ആ ജോലി ആയിരിക്കും അവരുടെ ലൈഫിലോ ചെറിയ ലൈഫ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു mid-20s ക്രൈസിസ് അല്ലെങ്കിൽ ജോലി ചെയ്യാന്നുള്ള ക്രൈസിസും ഈ പഠിക്കാന്നുള്ള ക്രൈസിസും കഹാർ ഭായ് നേരിട്ടത്? എങ്ങനെയാണത് മുന്നോട്ട് പോയത്? അത് മെയിനായിട്ട് ബേസ് വീട്ടിൽ നിന്നൊരു വീടാണ് ആദ്യമായിട്ട് നമുക്കൊരു സപ്പോർട്ട് തരാൻ പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞ് നമ്മൾ നോക്കണം. അത് മാത്രമല്ല നമ്മൾ പരിചയമുള്ള ആൾക്കാരൊക്കെ നമുക്ക് അറിയാം. അവർ 25-ാമത്തെ വയസ്സിലും 26-ാമത്തെ വയസ്സിലും 10, 15 രീതിയിൽ ശമ്പളത്തിന് ജോലി ചെയ്യുന്നു. ഹൈ ടാലൻ്റ് ഉള്ളവരാണ്. അവർക്ക് ഒരു 6 മാസമോ 1 വർഷമോ ഒരു നല്ലൊരു നിലയിലെത്താൻ വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വയ്യ 1 വർഷം. കാരണം അവർ പിന്നെ ആലോചിക്കും അത് കിട്ടിയില്ലെങ്കിൽ എന്നാണ് അവർ ആലോചിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്കൊരു സൈഡ് ജോലികളുള്ളത് കൊണ്ട് അതും കൂടെ കൊണ്ട് എനിക്ക് കിട്ടിയേ പറ്റൂ എന്നും പറഞ്ഞു ഞാനൊരു 25 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഈ പഠനത്തിൽ തന്നെ മുന്നോട്ട് പോയത്. മെയിനായിട്ട് വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. കാരണം വീട്ടുകാരായിരിക്കില്ല പറയുന്നത് 25 വയസ്സൊക്കെ ആയില്ലേ, ഇത് എത്തിയില്ലേ, ഇനി പഠിക്കണോ, എത്ര ആളുകൾ പഠിക്കണം, ഇതിനൊക്കെ ഒരു ടോപ്പ് വീട്ടിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡൗണാവും. എനിക്ക് വീട്ടിൽ അങ്ങനെ ഒരു സംസാരമോ ഒന്നും വന്നില്ല. പഠിച്ചു എന്നേ പറഞ്ഞു. കാരണം അവർക്കൊന്നും വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. നമുക്ക് അതിൻ്റെ വില അവർക്കറിയാം. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അനിയനെയും രക്ഷപ്പെടുത്താം. നമുക്കൊരു ട്രാക്ക് വരച്ചെടുക്കാൻ പറ്റും. അതായത് ഈ mid-20s ക്രൈസിസ് ഓവർകം ചെയ്യാൻ ഒരു ഫാമിലി സപ്പോർട്ട് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള. അതില്ലെങ്കിൽ ഒന്നും നടക്കും. ഓക്കെ, സപ്പോർട്ട് വേണം. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പ്രത്യേകിച്ച് ബോയ്സും. ഓക്കെ, കഹാർ ഭായിയുടെ ഒരു നെറ്റ് പ്രിപ്പറേഷൻ ജേണി എങ്ങനെയായിരുന്നു? എപ്പം തുടങ്ങി, എങ്ങനെയാണ്, എപ്പോഴാണ് തുടങ്ങിയത്, ആലോചിച്ചത്? ഞാൻ 2022-24 ആ സമയത്താണ് PG കഴിഞ്ഞത്. ആ സമയത്ത് ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു, പക്ഷെ പഠിക്കാൻ പറ്റത്തില്ല. കാരണം ക്ലാസ് കഴിഞ്ഞ് കിടന്ന് ഓടാൻ പോകും, ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് ഇതിനൊക്കെ വേണം. അതുകൊണ്ട് എനിക്ക് അതും കൂടെ നടക്കത്തില്ല. കാരണം പഠിച്ചുകൊണ്ട് കിട്ടത്തുമില്ല വലുതായിട്ട്. കുറച്ച് ആൾക്കാർക്ക് ഇല്ലേ കിട്ടുമായിരുന്നു.
അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് 2024 MA കഴിഞ്ഞ് പോയി. നാട്ടിൽ പോയി പുറകോട്ട് നോക്കിയപ്പോൾ ഒന്നുമില്ല. ഒരു PG മാത്രമേ ഉള്ളൂ. PG പഠിച്ചിട്ട് എന്ത് ചെയ്യാം? അതും മാത്രം കൊണ്ടിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ ഐഡിയപൂർവ്വം ഇതിങ്ങനെ പോയാൽ പറ്റില്ല. എന്തായാലും ഞാൻ ആൾക്കാരൊക്കെ അറിഞ്ഞ് ഞാൻ ഓട്ടോയായിട്ടുള്ള പഠിച്ച് എന്തൊക്കെ സംഭവം ആകുമ്പോൾ പോകണം. ഇനി ഒന്നും ആയില്ലെങ്കിൽ അതൊരു വിദ്യാഭ്യാസത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു ചവിട്ടി താഴ്ത്തുന്നതാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെയും നാട്ടിൽ നിന്ന് തിരിച്ച് ക്യാമ്പസിലോട്ട് ഇവിടെ ഒരു പുതിയ MAക്ക് ജോയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് എനിക്ക് നെറ്റ് കിട്ടണമെന്ന്. അങ്ങനെയാണ് ഞാൻ പിന്നെയും പഠിക്കാൻ കയറി. ഒരു 6 മാസം അതിനു വേണ്ടി തന്നെ ചെയ്തു. ആദ്യത്തെ 3 മാസം ഞാൻ ഒരു സൈഡായിട്ടേ പഠിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് ഓട്ടോ അടവുള്ള ഭാഗം. ഒരു രാവിലെ ഓടാൻ പോകും, വൈകുന്നേരം ഓടാൻ പോകും. എൻ്റെ ഇടയിൽ പകൽ സമയം ഫുള്ള് പഠിത്തം, ലൈബ്രറി വന്നിരുന്ന പഠിക്കും. പക്ഷേ ഞാൻ അവസാനത്തെ 2 മാസം ഓട്ടം അങ്ങ് സൈഡാക്കി. എന്നിട്ട് ഇതിന് വേണ്ടി ഇരുന്ന് പഠിച്ചു. ഞാൻ ചിന്തിച്ചത് എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് 2026 ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നെറ്റ് JRF കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ പഴയ ഓട്ടോക്കാരനാണ്. ഒരു മാറ്റവും ഇല്ല. അതെനിക്ക് പാടില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഞാൻ ഭിത്തിയിലേക്ക് എഴുതി വെച്ചു 2026 ഒന്നുകിൽ ഓട്ടോക്കാരൻ, ഒന്നുകിൽ JRF കാരൻ. എന്നിട്ട് ഇരുന്ന് പഠിക്കും. ഇത് നോക്കുമ്പോൾ എനിക്ക് പഠിക്കാതിരിക്കാൻ വേറെ വഴിയില്ല. പിന്നെ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഈ 5 മാസം വീട്ടിൽ ഒരു രൂപയും കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ അനിയന് ചെറിയ ജോലിയുണ്ട്, അവനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഞാൻ പഠിച്ചത് കൊണ്ട് മാത്രമല്ല എനിക്ക് കിട്ടിയത്. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സാഹചര്യം അങ്ങനെ ആയിരിക്കണമെന്നില്ല. പലരും പല വീട്ടിൽ തന്നെ എതിർപ്പുണ്ടാവും. ഇനി എന്തിനാണ് പഠിക്കാൻ പോകുന്നത്, ഇത്രയും നാൾ പഠിച്ചില്ലേ. അങ്ങനെ ഒരു ടോക്കൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് എൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നത്. ഓക്കെ ഗോട്ട് ഇറ്റ്. ആ ഒരു ആസ്പെക്റ്റിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ ആസ്പെക്റ്റിലേക്ക് ഓരോരുത്തർക്കും ഓരോ സോർട്ട് ഓഫ് സ്ട്രഗിൾസ് ഉണ്ടാവും. ഓക്കെ, അതിലിപ്പോൾ കഹാർ നേരിട്ട സ്ട്രഗിൾസ് എന്തായിരുന്നു, അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? ആദ്യമൊക്കെ ഞാൻ നേരിട്ടത് ടൈം. ഇങ്ങനെ എത്ര സമയം ഒരു മണിക്കൂർ പോലും പഠിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അരമണിക്കൂർ പഠിക്കുന്നതിനൊരു ബോറാവുന്നു. അപ്പോഴേ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു തോന്നുന്നു. പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കി ഇതിങ്ങനെ പോയാൽ നടക്കൂല. ഞാൻ പിന്നെ പഴയ പോലെയാവും. ഞാൻ നൈസിന് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ വാട്സപ്പിൽ കുറേ നമ്മൾ ആക്റ്റീവായിട്ടുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. അതൊക്കെ അങ്ങ് ഒഴിവാക്കി ഞാൻ പഠിത്തത്തിൽ മാത്രം നിന്നു. പലരും മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട് എന്ന കാര്യം. പക്ഷേ എല്ലായിടത്തും ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നില്ല. അത്രയ്ക്ക് അടുത്തുള്ള ആൾക്കാരെയും പിന്നെ പ്രാർത്ഥന കിട്ടുന്ന ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാരത്തേക്ക് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നില്ല JRF പഠിക്കുന്നു. അത് കിട്ടിയില്ലെങ്കിൽ അത് നാണക്കേടാണ്. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു നടന്നില്ല. അതുകൊണ്ട് കിട്ടിയപ്പോൾ എല്ലാവരും ഞെട്ടിയാണ് അറിഞ്ഞത്. കാരണം അവരറിയുന്നില്ലല്ലോ പഠിക്കുന്ന കാര്യം പോലും. അങ്ങനെ നമ്മളെ കാര്യം നമ്മൾ തന്നെ കൊണ്ട് നടക്കുക. അതാ ഒരു വിജയത്തിൻ്റെ വേറൊരു രഹസ്യം. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഐഫറാണ് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തത്. എനിക്ക് വേറെ പഠിക്കാൻ ഒന്നും അറിയില്ലല്ലോ, ബേസ് പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ കയറിയാൽ പറ്റും. അപ്പം ഇവിടെ പണ്ട് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു സാറ്, ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്. അങ്ങനെ എൻ്റെ ഒരു ഐഡിയയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ ഞാൻ ഐഫറിൽ കണക്ട് ചെയ്തു കയറി. ഞാൻ നേരത്തെ കയറി, ജൂലൈ തന്നെ കയറി. അതുകൊണ്ട് എനിക്ക് 6 മാസം പഠിക്കാൻ കിട്ടി. ആദ്യമൊക്കെ ഞാൻ ഐഫറിലുള്ള വീഡിയോ ലെസൺസും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് കാറ്റഗറിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡെയിലി ടെസ്റ്റ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ ആദ്യത്തെ ഒരു 2-3 മാസം വന്നത്. കാരണം എനിക്ക് പെട്ടെന്ന് ഇതൊന്നും ഇതിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. എഴുതിയിരിക്കുന്ന അത് വന്നിട്ടില്ല. പിന്നെയാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സാറ് പറഞ്ഞ് ഗ്രൂപ്പിൽ പറഞ്ഞു എല്ലാവരും പഠിക്കുന്ന ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കും എന്നുള്ളൊരു സാധനം ഗ്രൂപ്പിലിടാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇട്ടത് 3.5 മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കാൻ പറ്റും. 24 മണിക്കൂറിൽ നിന്ന് 3.5 മണിക്കൂർ. പക്ഷേ അതിൻ്റെ അടിയിലോട്ട് ഓരോ പെൺകുട്ടികളും അല്ലാത്തവരൊക്കെ മെസ്സേജ് ഇട്ടത് 15 മണിക്കൂർ, 16 മണിക്കൂർ. എന്നെ അത്ഭുതപ്പെടുത്തിയത് 18 മണിക്കൂറൊക്കെ വന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നുവെന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞാൻ മാറണം. ഇവർക്ക് കിട്ടിയിട്ട് എനിക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം അവരെവിടെ കിടക്കുമ്പോൾ ഞാനവിടെ കിടക്കും. അങ്ങനെ ഞാൻ ഒരു 3 മാസം ഇങ്ങനെ പോട്ടെ, എനിക്ക് വേറെ വഴിയില്ല. കാരണം നമ്മളെ കാര്യം കൂടെ നോക്കണമല്ലോ. അങ്ങനെ ഞാൻ 3 മാസം കട്ടയ്ക്ക് ഓടിയിട്ട് ഈ ഒരു 3-4 മണിക്കൂർ വെച്ചുള്ള പഠിത്തം അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അത് കറക്റ്റ് പോകണം, അതിൽ കുറവ് എത്താൻ പാടില്ല. അങ്ങനെ പോയിട്ട് അവസാനത്തെ 2 മാസം കറക്റ്റ് ഇരുന്ന് പഠിച്ചാൽ കിട്ടും, ഉറപ്പാണ്. കിട്ടിയതിൻ്റെ തെളിവ് തന്നെയാണ്. അവസാനത്തെ ഒരു 2 മാസം എല്ലാം മറന്ന് ഉറങ്ങാനും നിസ്കരിക്കാനും ചോറ് തിന്നാനും മറ്റാവശ്യത്തിനല്ലാതെ ബാക്കി മൊത്ത ടൈമും പഠിത്തം വരും. രാവിലെ എണീക്കും, ലൈബ്രറി വരും. ലൈബ്രറി വന്നിട്ട് ലൈബ്രറി 12 മണിക്ക് ക്ലോസാകും. എന്നാലും 10:30 ആകുമ്പോൾ പോകും. കാരണം ഉറങ്ങുന്നവരെ പഠിക്കാമല്ലോ. കാരണം റൂമിലാണെങ്കിൽ ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഉറങ്ങാൻ സാധിക്കില്ല. പിന്നെ വണ്ടി എടുത്ത് പോകണം റൂമിൽ. അന്ന് റൂമിൽ പോയിരുന്ന് ബാക്കി പഠിക്കും. ഉറങ്ങുമ്പോൾ ബുക്ക് അതേപോലെ വെച്ച് കിടന്നു ഉറങ്ങും.
ഉറക്കം വന്നാൽ ഞാൻ പഠിക്കില്ല. കാരണം ആ പഠിക്കുന്ന പിന്നെ ഒരിക്കലും ബ്രെയിനിലോട്ട് ചെല്ലില്ല. ബ്രെയിന് ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ അവസാനത്തെ 2 മാസമാണ് കട്ടയ്ക്ക് കഷ്ടിച്ചിട്ട് പഠിച്ചത്. മെയിനായിട്ട് ഞാനൊരു 70% പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഈ 2 മാസം നോക്കിയത്. എല്ലാം പറയുന്നുണ്ട്, ജെമിനി പ്രോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ ആളെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അയാൾക്കൊരു ടാക്സ് കൊടുക്കണം. കാരണം അതാണ് എന്നൊരു 90% സഹായിച്ചത്. എത്ര ഡീപ്പായിട്ട് ചോദിച്ചാലും ഡീപ്പായിട്ട് പറഞ്ഞു തരും. മാത്സൊക്കെ സിമ്പിളാക്കി പറഞ്ഞു തന്നതും ഈ ജെമിനിയാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ അടിയിലുള്ളതും കൂടെ പഠിച്ച് പിടിച്ചിട്ട് പോകണം, ഡീപ്പായിട്ട് പഠിക്കണം. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം അതിൻ്റെ ഒരു 5 ക്വസ്റ്റ്യനും കൂടെ എക്സ്പെക്റ്റഡ് തരാൻ പറയും. അങ്ങനെ ഒരു സെറ്റിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും നമ്മളെ പേപ്പർ 2. അങ്ങനെ 500 ക്വസ്റ്റ്യൻ പഠിക്കും. അങ്ങനെ ഞാൻ 2019 വരെ മൊത്തം പഠിച്ചെന്ന് ഉറപ്പാക്കി. ഞാൻ പിന്നെ എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഇതിനൊരു 70 വന്നാൽ മതി, ഉറപ്പായിട്ടും വരും. പിന്നെ വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ 2ൻ്റെ പേപ്പർ 1 എന്തായാലും നമുക്ക് അറിയാം ഏതൊക്കെയാണ് മേഖലയാണ്. പേപ്പർ 2 നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മാത്രമേ ഇത് എവിടെയൊക്കെ ടച്ച് ചെയ്യുന്ന അറിയാൻ പറ്റും, ക്വസ്റ്റ്യൻ എവിടെ നിന്നൊക്കെ വരുന്നത്. അപ്പം നമുക്ക് ആ മേഖലയും ടച്ച് ചെയ്യാൻ പറ്റും. അല്ല നമ്മൾ വെറുതെ ഏതെങ്കിലും ബുക്ക് വായിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ടച്ച് ചെയ്യണമെന്നില്ല. അത് നമ്മൾ പ്രീവിയൊക്കെ ചെയ്താലേ കിട്ടും. ഓക്കെ ഗോട്ട് ഇറ്റ്. ഇപ്പം ഇതിലേ ഞാൻ ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ കാണുന്ന ആളുകൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് അവസാനത്തെ 2 മാസം പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസ് ഉണ്ടെങ്കിൽ ആ 2 മാസം പഠനം കൊണ്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയായിരിക്കണം ഒരു അവസാനത്തെ 2 മാസം പഠിക്കേണ്ടത്? അല്ലെങ്കിൽ കുറച്ചൊക്കെ കഹാർ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി ആളുകൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഓവറോൾ അവസാന 2 മാസം. കാരണം ഞാനിത് ചോദിക്കാനും കാരണം എന്താ വെച്ചാൽ ഇനി എക്സാമിന് ഏകദേശം 2-2.5 മാസം ഉള്ളത്. അപ്പം ആ ഒരു കഹാറിൻ്റെ സ്ട്രാറ്റജി ഇപ്പോൾ അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ആ 2 മാസം എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഈ 2 മാസം നമ്മളെ ഫാമിലിയോട് ഒന്ന് പറയുക, എനിക്കിനി 2 മാസമേ ഉള്ളൂ. നമ്മളൊന്ന് താഴ്മയായിട്ട് പറയാം, എനിക്കിനി വേറെ വഴിയില്ല, ഈ എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്യണം. ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇതാവില്ല. നമ്മളെ ഫാമിലി ഇല്ല, അപ്പോൾ അവരൊന്ന് ഒഴിഞ്ഞു തരും. നമ്മളെ ജോലി നിന്നൊന്ന് വിട്ടു തരും, നമുക്ക് പഠിക്കാൻ വേണ്ടി തരും, സമയം തരും. വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞു, മോളിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ മോനിരുന്ന് പഠിക്കുക, എക്സാം ആയി അടുത്തായി, ഇങ്ങനെയൊന്ന് പറയുക. പറയൂല നമ്മൾ പലരും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ജോലികളിൽ നിന്നിപ്പം ഒരുപാട് പെൺകുട്ടികൾ വീട്ടിൽ വേണ്ടിയുള്ളവരുണ്ടാവും, മക്കളുള്ളതാണ്, പഠിക്കുന്നവരുണ്ട്. അവർക്ക് കുറച്ചൊരു ഇത് കിട്ടും, ഗ്യാപ്പ് കിട്ടും പഠിക്കാൻ. അങ്ങനെ 2 മാസം നമ്മൾ നല്ല നിലയ്ക്ക് പഠിക്കും. കിട്ടുന്ന സമയം പഠിക്കണം, വേറെ ഒന്നിനും ചിലവഴിക്കുന്നു. നമ്മൾ എപ്പോഴും ആ വലുതിനെ ലക്ഷ്യം കാണും. പിന്നെ സാറ് പറയും കണക്ക് വേറൊരാളെന്തെങ്കിലും പരിചയപ്പെട്ട് പറഞ്ഞു എനിക്ക് നെറ്റെങ്കിലും കിട്ടിയാൽ മതി, അതൊരിക്കലും പറയരുത്. എന്നാൽ നെറ്റെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD അടുത്ത് വെച്ചിട്ട് നിൽക്കും. നമ്മൾ സാറ് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഇതായി. JRFനേക്കാൾ 20-10 മാർക്കിന് കൂടുതൽ കിട്ടാൻ വേണ്ടി പഠിക്കണം, എനിക്ക് നെറ്റ് കിട്ടും, ഭാഗ്യമുണ്ടെങ്കിൽ JRF കിട്ടും. അങ്ങനെ പഠിക്കണം. നമ്മൾ നെറ്റെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറയാൻ പഠിക്കുമ്പോൾ ആ പറച്ചിൽ തന്നെ ഉണ്ട്, കുറച്ചെങ്കിലും പഠിച്ചാൽ മതി. അങ്ങനെ JRFനേക്കാൾ 10 മാർക്ക് വേണം. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ട അവസ്ഥയായി. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് JRF കിട്ടും, ഉറപ്പായിട്ടും നെറ്റെങ്കിലും കിട്ടിയിരിക്കും. നമ്മളെ തീരുമാനങ്ങളും നമ്മളെ നെയ്യത്തും അത്രയ്ക്ക് വലുതായിരിക്കും. ആ 2 മാസം ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമ്മൾ അതിലങ്ങ് ഇൻവോൾവ് ആവുക, അതിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് വരിക, അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ ജെമിനി എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കൊക്കെ പറഞ്ഞു മിനി ബ്രോ. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ AI പ്രോപ്പർലി യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സാമിന് ഒരുപാട് ഉപകാരപ്പെടും. പക്ഷെ ആളുകൾക്കും ഒരു ക്ലാരിറ്റി കുറവുണ്ട്, എന്തിനൊക്കെയാണ് AI യൂസ് ചെയ്യേണ്ടത്. അപ്പം മൊത്തം സിലബസ് AIക്ക് കൊടുത്തിട്ട് പഠിപ്പിച്ചു തരണോ ഈ ഒരു ആസ്പെക്റ്റിൽ? അപ്പം AI ജെമിനി പ്രോ അടിപൊളിയായിട്ട് യൂസ് ചെയ്ത ഒരാളാണ് കഹാർ. അത് യൂസ് ചെയ്തിട്ട് വിജയത്തിന് അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സോ ഓക്കെ, എങ്ങനെയാണ് ഒരു UGC നെറ്റ് അല്ലെങ്കിൽ ഒരു എക്സാം പ്രിപ്പറേഷനിൽ AI യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കഹാർ എങ്ങനെയാണ് യൂസ് ചെയ്തത്? എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഓരോരുത്തരുടെ ഫ്രീഡത്തിന് വിടാം. പക്ഷെ കഹാർ എങ്ങനെയാണ് യൂസ് ചെയ്തത്, അതിൽ കഹാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു അവസാനത്തെ 2 മാസം വേറെ ഒന്നും നോക്കില്ല, PVക്കാണ് മെയിനായിട്ട് നോക്കിയത്. 70%. അപ്പം ഓരോ PVക്ക് നോക്കുമ്പോൾ PDF ആയിട്ടാണ് ഞാൻ UGCയുടെ സൈറ്റിൽ എല്ലാ എക്സാം 85 ക്വസ്റ്റ്യൻ്റെയും 2019 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻസും ഡൗൺലോഡ് ആക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും കോപ്പി പേസ്റ്റ് ചെയ്ത് ജെമിനിക്ക് അയക്കും. എന്നിട്ട് ഇതിൻ്റെ ആൻസറും ഇതിൻ്റെ എക്സ്പ്ലനേഷനും ഒരു 5 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനും ചോദിക്കും. സിമിലർ ആയിട്ടുള്ള വരാൻ ചാൻസ് ഉള്ള 5 എണ്ണം. അതിന് എനിക്കൊരു എൻ്റെ ഒരു അറിവ് 4 എണ്ണം കൊണ്ട് വന്നു എക്സാമിന്, അങ്ങനെ തന്നാണ്. പിന്നെ ഒരുപാട് പോൾ ക്വസ്റ്റ്യൻസ് തരും, ഒരുപാട് സാധനം. പ്രീമിയം ആണെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും തരും. ഞാനൊരു ദിവസം പഠിച്ചൊരു 14 മണിക്കൂർ ഞാൻ അവസാനത്തെ 2 മാസം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 13 മണിക്കൂർ ഞാൻ ജെമിനി ആയിരുന്നു. ജെമിനി തന്നെ യൂസ് ചെയ്തു. മാത്സൊക്കെ നമുക്ക് നമ്മൾ പഠിച്ച രീതികളൊന്നും ആയിരിക്കില്ല, അതിനേക്കാളും സിമ്പിളായിട്ടുള്ള രീതികൾ നമുക്ക് മാത്സ് ജെമിനി പറഞ്ഞു തരും. ജെമിനി മാത്രമല്ല, ജെമിനി ആണെങ്കിലും ChatGPT ആണെങ്കിലും
പെർഫെക്റ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ഉണ്ടല്ലോ, ഏത് സാധനം ഒരുപാട് പ്രീമിയം നമ്മൾ എടുത്താൽ മതി. ഇതിനെടുക്കുക, പ്രീമിയം എടുക്കുക. അല്ല, ഇതിലിപ്പോ ആളുകളുടെ കൺഫ്യൂഷൻ എന്താ വെച്ചപ്പോ ഇപ്പം കഹാർ പറഞ്ഞപ്പം ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടി. അതായത് മുൻ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ കൊടുക്കുക, ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതാണ് അതിന്റെ സ്ട്രാറ്റജി. ഒരു കഹാർ ഉപയോഗിച്ച ഒരു സക്സസ് സ്ട്രാറ്റജി. അപ്പൊ ആളുകൾക്ക് ഇത് അറിയാത്തതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ സിലബസ് ആണ് കൊടുത്തിട്ട് ഇത് മൊത്തം പറഞ്ഞിരുന്നു എന്നൊക്കെ പറയും. ഓക്കെ. അതായത് നമ്മൾ AI മുന്നിൽ നമ്മൾ സ്പെസിഫിക് ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രിപ്പറേഷൻ ആസ്പെക്റ്റിലേക്ക്. ആ മേഖലയിലുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ. അങ്ങനെയാണ് ഞാൻ പഠിച്ചു പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇതില് ഇപ്പം കഹാർ തന്നെ ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ട് പഠിച്ച ഒരാളാണ്. ഓക്കെ. അപ്പം നെറ്റിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ, ഇപ്പോൾ എന്നോടൊക്കെ ചോദിക്കാറ്, സാറ് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ലൈഫിൽ ജോലി ഇമ്പോർട്ടൻ്റ് ആണ്, മുന്നോട്ട് ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേസമയം പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയാണ് ജോലി ചെയ്തുകൊണ്ട് പഠിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ഓട്ടം ഓടുന്ന സമയത്ത് ഒരു ഓട്ടം മാത്രമല്ലായിരുന്നു. ഈ പറഞ്ഞ ആപ്പിനകത്ത് ഒരു വേറൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, എജ്യൂറിയൽ എന്നും പറഞ്ഞു. അപ്പോൾ ഓടുന്ന സമയത്ത് തന്നെ ഞാൻ ഹെഡ്സെറ്റ് ചെവിക്കകത്ത് വെച്ച് എജ്യൂറിയൽ ഇങ്ങനെ ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഈ ലോജിക്കൽ റീസണിങ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം. അപ്പോൾ എല്ലാവരും പേടിപ്പിക്കുന്നതാണ് ലോജിക്കൽ റീസണിങ് എന്ന സാധനം ഇതിനകത്തുണ്ട്. പക്ഷെ എനിക്ക് ആ എജ്യൂറിയൽ കണ്ടപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഒരു എജ്യൂറിയൽ തന്നെ ഇങ്ങനെ 1.5 മിനിറ്റേ ഉള്ളൂ വരണം, അത് തന്നെ 5-6 പ്രാവശ്യം ഇങ്ങനെ കേൾക്കും, അത് തറയ്ക്കുന്നവരെ കേൾക്കും. ഇപ്പം എനിക്ക് ചോദിച്ചാൽ പറയും, ഇപ്പം ഒരു എജ്യൂറിയൽ കണ്ടത് ഞാൻ ഏത് ഭാഗത്ത് വെച്ചാണ് കണ്ടത്, അത് ഏത് സ്ഥലത്ത് വെച്ചാണ് കണ്ടത്, എപ്പോഴാണ് കണ്ടത് എന്ന് വരെ എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്. അങ്ങനത്തെ രീതിയിൽ ഞാൻ ഒരു 100-800 എജ്യൂറിയലും കണ്ടിട്ടുണ്ട്. ഞാൻ 800 കണ്ടെന്ന് തോന്നുന്നു. അതിലൊരു 20% എനിക്കിപ്പോഴും അറിയാം. പ്രത്യേകിച്ച് ലോജിക്കൽ റീസണിങ് ഞാൻ പഠിച്ചത് എജ്യൂറിയൽ വഴിയാണ്. പക്ഷെ അത് എല്ലാവരും യൂസ് ചെയ്യരുത്. പഠിക്കാൻ സമയമുള്ളവർ ഒരിക്കലും എജ്യൂറിയൽ യൂസ് ചെയ്യരുത്. ഇതേപോലെ ജോലിയിലോ വേറെ എന്തെങ്കിലും സൈഡ് വർക്കിലോ നിൽക്കുമ്പം പാട്ട് കേൾക്കുകയാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് എജ്യൂറിയൽ ഇങ്ങനെ ആവർത്തിച്ച് കണ്ടാൽ മതി. ഉറപ്പായിട്ട് നമ്മളത് നേരെ തലച്ചോറിക്ക് വരും. ഓക്കെ. അതായത് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ഉണ്ടാവും, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ സമയം കുറവുള്ള ആളുകളാണെങ്കിൽ സിറ്റുവേഷൻ വെച്ചുള്ള കാര്യം. ഓക്കെ. അതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്യുക, സിറ്റുവേഷൻ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് അതിലൊരു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൽ ബേസിക്കലി UGC നെറ്റ് എക്സാമിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് പേപ്പർ 1 ആണ് ഒരു പ്രശ്നമായിട്ട് വരിക. പേപ്പർ 1 പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളതൊക്കെ. കഹാറിൻ്റെ ഒരു പേപ്പർ 1 പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? അത് ഞാൻ വേറൊരു കാര്യം പറയാൻ, നമ്മൾ എൻ്റെ പേപ്പർ എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റാണ്, പഠിച്ചാലും ഒന്നും എത്തൂല. അപ്പോൾ നമ്മൾ പരമാവധി പേപ്പർ 1 മാർക്ക് ഒപ്പിക്കുക, അതാ ചെയ്യുക. പരമാവധി പേപ്പർ 1 കാരണം പേപ്പർ 1 എല്ലാവരും പഠിക്കുന്നതാണല്ലോ. അപ്പോൾ അതിന് പരമാവധി ഒരു മാർക്ക് ഒപ്പിക്കുക. അപ്പോൾ അത്രയും കുറച്ച് പഠിച്ചാൽ മതി നമ്മുടെ പേപ്പർ 2. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോയത്. കാരണം ഞാൻ എൻ്റെ PVക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് കടലാണ്. ഒരിക്കലും എനിക്ക് എത്താൻ പറ്റില്ല. ഇവിടെ ഒരു പ്രൊഫസറിനെ കൊണ്ട് പറ്റത്തില്ല. അമ്മൊരു കടലാണ്. ഇന്റർനാഷണൽ റിലേഷനാണ് പേപ്പർ. ഇവിടെ ട്രിവാൻഡ്രത്തിൽ അങ്ങ് മൂലകത്ത് ആഫ്രിക്കയുടെ ഘോര വനാന്തരങ്ങളുണ്ട്. നമീബിയയെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ എന്താ സംഭവം, ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ IR എന്ന് പറഞ്ഞ പേപ്പറിന് ഫോക്കസ് ചെയ്താൽ JRF കിട്ടൂല. അപ്പോൾ പരമാവധി നമ്മുടെ പേപ്പർ 1 മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കുറച്ചെടുത്താൽ മതി നമ്മുടെ പേപ്പർ 2. പക്ഷെ പല സബിനും അങ്ങനെ ആയിരിക്കില്ല. എൻ്റെ സബ് ഇങ്ങനെ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം നിങ്ങളവിടെ പേപ്പർ 1 കൂടുതൽ ഫോക്കസ് ചെയ്തു. പേപ്പർ 1 തന്നെ പ്രിപ്പറേഷനിൽ പലർക്കും വരുന്നൊരു കൺഫ്യൂഷൻ ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. സിലബസ് പഠിക്കണോ, ആദ്യം PYQ നോക്കണോ, PYQ എത്രത്തോളം നോക്കണം, അതിലൊരു കഹാറിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാം. സിലബസ് ഒന്ന് ഫുള്ള് വായിക്കുക. അപ്പം നമുക്ക് ഏതൊക്കെ നമ്മൾ പഠിച്ചതാണോ, നമ്മൾ MAക്ക് പഠിച്ചതാണോ എന്നൊരു ഐഡിയ വരും. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യമേ പഠിക്കാൻ കയറും. ആദ്യം നമ്മളൊന്ന് 2-3 PYQ നോക്കണം. PYQ നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഏതൊക്കെ സൈഡിൽ പോയി കൊത്തിയിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഐഡിയ കിട്ടും പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ വീഡിയോ ലെസൺസ് കാണുകയോ വായിക്കുകയോ എല്ലാം ചെയ്യണം. പിന്നെ ഓരോ PYQ നോക്കുമ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒട്ടും അറിഞ്ഞിടാത്ത വരും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ PYQ PDF ഉണ്ടെങ്കിലോ അത് അവിടെ പോയി മൊത്തം വായിക്കുക. ഞാൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഭയങ്കര ഒരുമാതിരിയായിരുന്നു. എത്ര പഠിച്ചാലും വേറെ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരിക. അങ്ങനെ ഞാൻ ഓരോ PYQയിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ പഠിച്ചെടുത്തോട്ട് പോകും. ഞാൻ ചിലതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് വീഡിയോ ഒന്നുകൂടെ പോയി കാണും. ഇത് ഇങ്ങനെ തന്നെയല്ലോ പറഞ്ഞു, ഇതിൽ നിന്നാണ് ചോദ്യം ചോദിച്ചത്, ഇത് ഇങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്തപ്പോൾ എനിക്കൊരു 30 മിനിറ്റ് വന്നു. പിന്നെ ചെയ്ത് ഒരു 10 സെറ്റ് കഴിഞ്ഞപ്പോൾ
എനിക്ക് അനീസ് സാർ അന്ന് പറഞ്ഞ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കണക്ക് പിന്നെ നമ്മൾ ചെയ്യൂല. കൂട്ടിയുടെ പുറത്ത് ഞാൻ ആ ലെവലിൽ എത്തി. ഞാൻ അന്തം വിട്ടാ. ഞാൻ ബേസിൽ കിടന്നതാ. എനിക്ക് കണക്ക് 30 മിനിറ്റ്. ഞാൻ അന്ന് എനിക്ക് ഇന്ന് ഓർമ്മ നസറുദ്ദീൻ സാറിൻ്റെ ഞാൻ പറഞ്ഞത്, സാറേ എന്നെ കൂടെ പറ്റുന്നില്ല, ഡേറ്റ 30 മിനിറ്റ് എടുക്കും. 30 മിനിറ്റ് എടുക്കുമ്പോൾ തന്നെ സമയം കഴിഞ്ഞ് 50 മിനിറ്റിൻ്റെ ക്വസ്റ്റിനാണ്. ബാക്കി 20 മിനിറ്റേ ഉള്ളൂ. ബാക്കി 45 ക്വസ്റ്റ്യൻ ചെയ്യാൻ. 10 സെറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാതായി. ഞാൻ എൻ്റെ എക്സാമിനെ ഡേറ്റ ചാടിപ്പറിച്ചാണ് ചെയ്തത്. അതായത് ആ ഒരു പ്രാക്ടീസ് ഇങ്ങനെ വരുത്തി ഉറപ്പായിട്ടും. അതായത് ഇപ്പൊ നമ്മളിപ്പം പറയാറുണ്ട് ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ഇല്ല, ശരിക്കും നമുക്കത് അറിയാത്ത ഇഷ്യൂ ആണുള്ളത്. നമ്മളത് പഠിച്ച് ചെയ്താൽ നമുക്കത് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ കഹാറിന് തന്നെ പേപ്പർ 2 എന്ന് പറഞ്ഞാൽ അത്ര കോമൺ ആയിട്ട് ഗൈഡൻസ് കിട്ടുന്ന ഒരു പേപ്പർ 2 അല്ല. അതായത് ഇപ്പം ഇന്റർനാഷണൽ റിലേഷൻ ആണെങ്കിലും ഉണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ പലരും ചോദിക്കുന്നപ്പം പക്ഷെ ഒരു നോർമൽ കോച്ചിങ് സിസ്റ്റം ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അറ്റ്ലീസ്റ്റ് മലയാളത്തിലെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം ആ ഒരു സബ്ജക്റ്റിലെ കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്, അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം എന്തായിരുന്നു പേപ്പർ 2 പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, എങ്ങനെയാണ് പേപ്പർ 2 പഠിച്ചത്? പഠിക്കുമ്പോൾ ഈ PYQ ഞാൻ പഠിക്കുന്നതാണ്. PYQ ഞാൻ 80% പഠിച്ചത്. അതിൽ നിന്നാണ് ഞാൻ എക്സ്പ്ലനേഷനിലോട്ട് പോയത്. അപ്പോൾ PYQ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഇപ്പം ന്യൂക്ലിയറിനെ കുറിച്ചായിരിക്കും. അപ്പം ലാസ്റ്റ് ന്യൂക്ലിയർ ഇട്ടത് ഇന്ത്യ ഇട്ടത് അല്ല, ഇന്ത്യ പരീക്ഷിച്ചതല്ലേ. ഇന്ത്യ പരീക്ഷിച്ചത് പാകിസ്ഥാൻ പരീക്ഷിച്ചു കാർഗിൽ യുദ്ധത്തിന് ശേഷം 99. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാഹചര്യം, ആരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് പഠിച്ചത്, ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. 99 ഇട്ടതാണ്. അങ്ങനെയുള്ളൂ. ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യ അതിനുശേഷം ഒന്നും കൂടെ ഇട്ടു, വേറെ അടൽ ബിഹാരി വാജ്പേയി സമയത്ത്. അപ്പം നമ്മൾ അങ്ങനെ കൂടെ പഠിച്ചു നോക്കും. അത് ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ കോഡാക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ പെട്ടെന്ന് എഴുതി വെച്ചിട്ട് ഞാനത് എങ്ങനെ മെമ്മറൈസ് ചെയ്യും. ഇപ്പം നമ്മളെ ഈ IR ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റുമാരെ ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കും. അതേപോലെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇവിടെ കിടക്കാൻ നമ്മൾ പഠിക്കുന്ന എവിടെ നോക്കണം. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ്, ഇതൊക്കെ ഓരോ PYQ വന്നതാണ്. ഫ്രഞ്ച് പ്രസിഡൻസിന്റെ ഏതെങ്കിലും ഇടയ്ക്കും മുറയ്ക്കുന്നൊക്കെ ചോദിക്കുക. പിന്നെ മെയിനായിട്ട് ചോദിക്കുന്നത് നമ്മളെ ഫോറിൻ പോളിസി ഉണ്ട് ഇതിനകത്ത്. അപ്പം വിദേശകാര്യമന്ത്രി അവരുടെ ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കും. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചോദിക്കും. ഒരിക്കലും നമ്മളെ ഇന്ത്യൻ പൊളിറ്റിക്സിനകത്തൊന്നും ചോദിക്കില്ല. ഇന്ത്യയിൽ നിന്ന് ആദ്യം ചോദിക്കുന്നത് ഫോറിൻ പോളിസി ഒക്കെ. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സാധനം നമ്മൾ അത് എങ്ങനെയും ഒന്ന് പഠിച്ചെടുക്കും. ഞാൻ എൻ്റെതായ ഒരു എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ നാട്ടുകാരെയൊക്കെ വെച്ച് കണക്ട് ചെയ്ത് ആ ക്രോണോളജിക്കൽ ഓർഡർ ഞാൻ എങ്ങനെയാണ് എനിക്ക് വേറെ വഴിയില്ല, ഇത് പഠിച്ചല്ലേ പറ്റും. എല്ലാ ക്രോണോളജിക്കൽ ഓർഡറും ഞാൻ പഠിച്ചു. പിന്നെ ഇതിനകത്ത് ഒരുപാട് നാസിയാൻ, ബിംസ്റ്റെക്, സാർക്ക്, ഇങ്ങനെ ഒരുപാട് സംഘടനകൾ ഈ ലോകത്തുണ്ട്. ഇതിൽ നിന്നെല്ലാം ചോദ്യം വരും. ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാതിരിക്കില്ല. ഒരുപാട് ക്വസ്റ്റ്യൻ. ഇപ്പം ബിംസ്റ്റെക്കും സാർക്കിനും ഒരു വ്യത്യാസമുണ്ട്. ഇതിലുള്ള 5 കൺട്രീസ് ഉണ്ടെങ്കിൽ ഇതിൽ 6 കൺട്രീസ് ഉണ്ടാവും. ഇതിലുള്ള ഏതാ പറഞ്ഞ ഇതിലില്ല, ഇതിലുള്ള ഏതാ പറഞ്ഞ ഇതിലില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും വ്യത്യാസം വരും. അപ്പൊ അത് നമ്മൾ ക്യാച്ച് ചെയ്യണം. കറക്റ്റ് അതേ ചോദിക്കും വരും. അത് ഞാൻ PYQ കണ്ട് അങ്ങനെ എനിക്കത് മനസ്സിലായി. ഇങ്ങനെയും ചോദ്യങ്ങളുടെ ട്രിക്ക് വരും. പിന്നെ നമ്മുടെ പേപ്പർ 2 പഠിക്കുമ്പോൾ വേറൊരു ഇതാണ്, ഇതിനകത്ത് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. നമുക്ക് അതിനകത്ത് ഒരു കാര്യം അറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതെന്തിനായാലും ഇതിനകത്ത് വരില്ല, അത് ബാക്കി തന്നെ 3 നമുക്ക് ഒഴിവാക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. പിന്നെ ഒരുപാട് വരുന്നത് ഒതറും എൻ്റെ ബുക്ക് വരുന്നത്, അത് നമ്മൾ പഠിച്ചേ പറ്റും. അത് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ അതിങ്ങനെ PYQ നോക്കുമ്പോൾ ഒതർ ബുക്കും വരുമ്പോൾ അതെല്ലാം ഇങ്ങനെ എഴുതും. എന്നിട്ട് ഞാൻ ജെമിനിയോട് ചോദിച്ചത് എക്സ്പെക്റ്റഡ് ചോദിച്ചു. അത് എഴുതി ഒരു ബുക്കിനകത്ത് ഇങ്ങനെ ഒരു സൈഡിൽ ഒതറിൻ്റെ പേരും ഒരു സൈഡിൽ ബുക്കിൻ്റെ പേരും, അതൊരു 3-4 പേപ്പറായി. എന്നിട്ട് ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സൈഡ് മറച്ചു പിടിക്കും. എന്നിട്ട് ഒതറിൻ്റെ ബുക്കിൻ്റെ പേര് വായിച്ചിട്ട് ഒതർ ആരെന്ന് ആദ്യം ഒരു പ്രാവശ്യം വായിക്കും. എന്നിട്ട് ഒതറിൻ്റെ പേര് ഇങ്ങനെ നോക്കും, കിട്ടുന്നില്ല, നോക്കും, ഇന്ന ആളാണ്. ഇങ്ങനെ നോക്കും. ഓരോ പേപ്പർ ഇങ്ങനെ നോക്കി ഒരു 5 പ്രാവശ്യം ഞാൻ അങ്ങനെ മറച്ചു പിടിച്ച് പോകും. പിന്നെ ഞാൻ പോലും അറിയാതെ ആ ബുക്കിൻ്റെ പേര് പറയുമ്പോൾ ഒതറിൻ്റെ പേര് ഞാൻ പറയും, ഓട്ടോമാറ്റിക്കായി പറയും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നിർത്തൂല. പിന്നെ അടിക്കുന്ന റിവേഴ്സ് കിട്ടാൻ നമുക്ക് പാടാണ്. അത് ഞാനൊരു 5 പ്രാവശ്യം ചെയ്യും. എല്ലാ സാധനവും ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഞാൻ. ഇപ്പം നമ്മളെ ഹയർ എഡ്യൂക്കേഷനിൽ ഓരോ കമ്മിറ്റികൾ വരുമ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടാവില്ല. അത് ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ഒരു സൈഡിൽ നിർദ്ദേശങ്ങൾ എഴുതിയിട്ട് വലത് സൈഡിൽ കമ്മീഷൻ്റെ പേര് എഴുതി. ഇതിൽ കമ്മീഷൻ്റെ പേര് ഞാൻ ഇങ്ങനെ മൊത്തം പിടിച്ചിട്ട് നിർദ്ദേശം വായിക്കും. അപ്പോൾ കമ്മീഷൻ ഇങ്ങനെ ഇത് ഏതിൻ്റെ കമ്മീഷൻ ഓർമ്മ അത് നോക്കും, ഇന്ന കമ്മീഷൻ. അങ്ങനെ ഞാൻ താഴോട്ട് ഓർഡറായിട്ട് വായിക്കും. ഇതിങ്ങനെ ഓരോന്ന് മാറ്റി നോക്കി പഠിക്കും. ഒരു 5 പ്രാവശ്യം ആകുമ്പോൾ നമ്മളത് ഉറപ്പായിട്ട് പഠിച്ചിരിക്കും. കമ്മീഷൻ്റെ നിർദ്ദേശം വായിക്കുമ്പോൾ കമ്മീഷൻ നമുക്ക് ഓർമ്മ വരും. റിവേഴ്സും വായിക്കും, താഴെ മുകളിലോട്ട്. അങ്ങനെ നമ്മൾ 10 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ആ സാധനം മറക്കില്ല, ഉറപ്പായിട്ട്.
ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ടെക്നിക്ക്. ഓക്കെ ഓക്കെ. ആ ഒരു സ്ട്രാറ്റജീസ്, ആ ഒരു അത് സെറ്റ് ഓഫ് നല്ലത്. സാധനങ്ങൾ അതിൽ യൂസ് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് സ്മാർട്ട് ടെക്നിക്കുകൾ, സ്മാർട്ട് സംഭവങ്ങൾ, കാര്യങ്ങൾ ഇത് പഠിക്കാൻ നമുക്ക് വേറെ എൻ്റെ അടുത്ത് വേറൊരാൾ ചോദിച്ചു ഇപ്പം ഇനി JRF കിട്ടണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു JRF കിട്ടണമെങ്കിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. യെസ് 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 യെസ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കേണ്ടത് എല്ലാം പഠിച്ചേ പറ്റൂ. നമ്മളെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടും പഠിക്കാതെ വരുന്നത് നമ്മളെ വെച്ചില്ല. പഠിച്ചിട്ടും തീരാത്തത്, മറന്നു പോകുന്നത്, അങ്ങനത്തെ നമുക്കൊന്നും ചെയ്യാല്ല. ഓക്കെ, ഇതിൽ കഹാറിൻ്റെ ഒരു പ്രിപ്പറേഷനിൽ എയ്ഫർ എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു? എയ്ഫർ എങ്ങനെയാണ് അതിലൊരു? അല്ല, എനിക്ക് JRF കിട്ടി എന്നുള്ളതിൽ തന്നെ എയ്ഫറിന് തന്നെ 100% ഉണ്ട്. കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ച് പഠിത്തത്തിൽ ബാക്കായി. അപ്പോൾ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു മോട്ടിവേഷൻ പോഡ്കാസ്റ്റ്. അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പറയുന്നു, അത് കേൾക്കുമ്പോൾ പിന്നെയും ചാർജ് ആവും. അങ്ങനെ ഒരുപാട് നമ്മളെ പഠിത്തത്തിന് ബാക്ക് ചില സമയത്ത് നിയമവും ഇനിയിപ്പോൾ അടുത്തേന് നോക്കാം ഇങ്ങനെയൊക്കെ വരും ഇതിനിപ്പോൾ നടക്കൂല, അടുത്തേന് നോക്കാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ പോഡ്കാസ്റ്റ് കേൾക്കും. ചിലപ്പോൾ അതായിരിക്കും പറയുന്നത്, ഇനി ആ ചിന്ത വരാൻ പാടില്ല, എനിക്ക് നമ്മളുമായിട്ട് കൂട്ടില്ല, ഇങ്ങനെയൊക്കെ ടോക്ക് വരുമ്പോൾ പിന്നെ റീചാർജ് ആവും, പിന്നെ പഠിക്കും. പിന്നെ കൂടെ എനിക്ക് ഏറ്റവും ഉപയോഗപ്പെട്ടത് ഫസ്റ്റ് ഉപയോഗപ്പെട്ടത് പറഞ്ഞാൽ എന്നെ പോലെ ഇരുന്ന് സംസാരിക്കില്ല, കഴിഞ്ഞതിന് JRF കിട്ടിയ ആൾക്കാർ, അവർക്ക് JRF കിട്ടിയപ്പം അവരെ വിളിച്ച് സംസാരിക്കുന്ന സാറ് പറഞ്ഞിരുന്നു, അടുത്തേന് ഇവരെ സ്ഥാനത്ത് നിങ്ങളിൽ ഒരാളാണ് വരേണ്ടത്. അന്നേ ഞാൻ ഇങ്ങനെ ആദ്യം നിങ്ങൾ വരും ഇങ്ങനെ അത് അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് എനിക്കൊരു ഉപയോഗമായി. അവർ പഠിച്ച രീതിയും അവർ കീപ്പ് ചെയ്ത പാറ്റേണും അവരെ ടൈം ടേബിൾ അതൊക്കെ അവർ നമുക്ക് പറഞ്ഞു. ഇപ്പം ഞാൻ പറയുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു, അതെനിക്ക് ഉപയോഗമായി. എനിക്ക് എല്ലാവർക്കും ഉപയോഗമായിട്ടുണ്ടാവാം. ആ ഒരു സാധനം എന്നുള്ളത് അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, അതന്നെ. ഇപ്പോൾ ഞാനിപ്പോൾ എയ്ഫറിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പറയാറുണ്ട്, ഓരോരുത്തർക്കും ഓരോരോ സെറ്റ് ഓഫ് കാര്യങ്ങളായിരിക്കും യൂസ്ഫുൾ ആവുക. അപ്പോൾ കഹാറിന് ഏതൊക്കെയായിരുന്നു കൂടുതൽ ഇപ്പോൾ പോഡ്കാസ്റ്റുകൾ? ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ എല്ലാം എനിക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടത്തില്ല. ഞാൻ ഒരു ദിവസം പേപ്പർ 1 ഒരു ദിവസം പേപ്പർ 2, അതിൽ വേറെ കളിയില്ല. ഒരു ദിവസം ഫുൾ പേപ്പർ 1 പേപ്പർ 2 അങ്ങനെ കറച്ച് വിരിച്ചാ പോകും. ഓക്കെ. ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന പ്രശ്നം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് കഹാർ കൺസിസ്റ്റൻ്റ് ആയത് ഓവറോൾ കഹാറിൻ്റെ ഒരു പേഴ്സണൽ സ്പേസ്? ഞാൻ പറയുന്നത് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, എനിക്ക് എങ്ങനെയും വേറെ പഠിച്ചേ പറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എല്ലാവരും ആഗ്രഹം കണക്കല്ല, എൻ്റെ ആഗ്രഹം എനിക്ക് അത്രയ്ക്ക് വലുതായിരുന്നു. എനിക്ക് എപ്പോഴും എൻ്റെ ചിന്ത JRF കിട്ടും, കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും JRF. കാരണം എനിക്ക് വേറെ വഴിയില്ല, ഞാൻ ഈ ഓട്ടോ ഓടി നടന്നാൽ മതിയാണ്, എത്ര വെച്ചാലും ഞാൻ ഓട്ടോ ഓടുന്നു. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ നമുക്കൊരു ആഗ്രഹം നമ്മളിൽ തന്നെ ഒരു ഇതുണ്ട്, ത്വരയും വരിക, അല്ല വേറെ വഴിയില്ല. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പല ഡിസ്ട്രാക്ഷൻസ് നമ്മൾ പോകും, മൊബൈൽ ആൾക്കാർ വിളിക്കുമ്പോൾ പോകും. ഓട്ടം വിളിച്ചപ്പോൾ ഞാൻ പറയുമായിരുന്നു സമയമില്ല, ഒരുപാട് പേര് പറഞ്ഞു ഓട്ടം സമയമില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നു. പക്ഷെ അവർ റിസൾട്ട് കിട്ടിയപ്പോൾ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു, അത് ഭയങ്കര സന്തോഷമായി എനിക്ക്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് കിട്ടുമല്ലോ, നമ്മൾ എക്സാം ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് എനിക്ക് കിട്ടിയത്. ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാത്തവർ ചിലവരങ്ങ് ഡള്ളാവും, ഒരിക്കലും പാടില്ല. ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, മുട്ട് കുറച്ചാൽ പോയത്. കാരണം എൻ്റെ അവിടെ എത്തുന്നവരെ എൻ്റെ ചിന്ത ആധാർ കാർഡ് മതിയോ, ID കാർഡ് മതിയോ, ഇനി ഫോട്ടോസ്റ്റാറ്റിൻ്റെ ബാക്ക് 2 പേപ്പർ വേണോ, ഒരു പേപ്പർ കളർ വേണോ, ഇനി തമ്പ് ചെയ്തിട്ടില്ല, ഇനി അവിടെ തമ്പ് ഉണ്ടാവും, ഇനി ഇവിടെ ചെയ്ത് പോകണം, ഒന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും അവർ ഇതില്ലല്ലോ, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ പേടിച്ച് അവിടെ ചെന്ന് ഇങ്ങനെ ഈ സാധനം നോക്കുന്നു. അപ്പോൾ ബെൽറ്റിൽ കീക്കിയായിട്ട് പേടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻ്റെ പകുതി ഇതങ്ങ് പോയി. അങ്ങനെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് പോകുമ്പോൾ നമുക്ക് എന്തായാലും അവിടുത്തെ ഒരു പ്രൊസീജിയർ കാരണം നമ്മളെ പകുതി പോകും, മൈൻഡും പോകും. അതുകാരണം നമുക്ക് എക്സാമിന് ചെയ്യുമ്പോൾ റീകാൾ ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഏതാണ്ട് നമ്മൾ നല്ലൊരു സ്ട്രെസ് എടുത്ത് അവിടെ ഇരിക്കാം. പക്ഷേ ഇവിടെ രണ്ടാമത് പോകുമ്പോണ്ടല്ലോ വെറുതെ പോവാം, നമുക്കറിയാം അവിടെ എന്താ ഇനി നടക്കാൻ പോകുന്നത്. വെറുതെ ഒരു കല്യാണത്തിന് പോകുന്ന ഒരു നല്ലൊരു കൂളായിട്ടാണ് പോകുന്നത് രണ്ടാമത്തെ എക്സാം. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാത്തൊരു ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവരുത്, ഇതായിട്ട് കണ്ടിന്യൂ അതായത് അതിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് വരാനുള്ളതാണ്. ഓക്കെ, ഇപ്പം ഞാനൊരു ടുവാർഡ്സ് എൻഡ് ഇപ്പം നമ്മൾ പല ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് ഇതിലിങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാതിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ ജോലിയുടെ തിരക്കുകൾ ഉണ്ടാവാം, മൾട്ടിപ്പിൾ ടൈം പരാജയപ്പെട്ട ആളുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ PG പഠനത്തിൻ്റെ തിരക്കുണ്ടാവാം, കിട്ടുമോ എന്നുള്ള സെൽഫ് ഡൗട്ട് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ സിറ്റുവേഷൻ കഹാറിനുണ്ടായതാണ്, പിന്നെ കുറേയൊക്കെ സിറ്റുവേഷൻ ഓരോരുത്തരുടെ സ്പെസിഫിക് ആണ്. അപ്പം അങ്ങനെ അവസാനമായിട്ട് കഹാറിന് ഇപ്പോൾ കഹാറിൻ്റെതായ സിറ്റുവേഷനുകളിലൂടെ വന്ന് ജയിച്ചതിൽ ഞാൻ ജയിക്കുമോ എന്ന് ആലോചിക്കുന്ന, ഇതുവരെ ജയിക്കാൻ സാധിക്കാത്ത, ഇനി എങ്ങനെയായാലും ജയിക്കണം, കഹാറിനെ പോലൊക്കെ ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് രണ്ടും വേണം.
നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ്, നമ്മളെ ഒറ്റയ്ക്കേ ഉള്ളൂ, നമ്മൾ തന്നെ സമയം കൊടുക്കുക. ഒരു 6 മാസമെങ്കിൽ 6 മാസം, അത് കഴിഞ്ഞ് നമുക്ക് എന്തും ആവാമല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. ഞാൻ എങ്ങനെ ചിന്തിച്ചു. ഇപ്പം കിട്ടിയാലും കിട്ടിയില്ല, എനിക്ക് വേറെ വഴിയില്ല, എനിക്കൊരു ഓട്ടം ഉണ്ട്, ഞാൻ ഓടിക്കോളാം. പക്ഷെ നമ്മൾ അങ്ങനെ അത് മാത്രം കളയില്ല. പഠിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ തന്നെ ഇരിക്കുക. ഞാൻ ആരും കൂടുതൽ എന്താ പറയുക, എനിക്ക് ഇത്ര പറയാൻ പറ്റും. ഞാൻ അങ്ങനെ ഇരുന്നു, എനിക്ക് വേറെ ഞാൻ അധികം ഒന്നും ചിന്തിച്ചിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ എന്തരാവും അതെനിക്കറിയാം, കിട്ടി ഇങ്ങനെയായിരിക്കും. പക്ഷെ കിട്ടി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എത്ര ദിവസം ഓട്ടം ഓടും, എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഇവിടെ ആയിരിക്കും ഞാൻ നിൽക്കേണ്ടത്. ഇത്തിരി പഠിച്ചതല്ലേ, പഠിക്കാൻ പോയിരുന്നെങ്കിൽ എന്നെ എന്തെങ്കിലും പൈസക്കാരനെ അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഒരു സ്ഥലത്തെത്തിയത്. പക്ഷെ ഞാൻ ഇപ്പം ഇങ്ങനെ എത്തിയത് ഞാൻ എൻ്റെ തീരുമാനം ഞാൻ എടുത്തത് കൊണ്ടാണ്, പഠിക്കണമെന്നുള്ളൊരു തീരുമാനം. അത് 25 വയസ്സ് കഴിഞ്ഞവർക്ക് ഭയങ്കര പാടാണ് എടുക്കാൻ. കാരണം ഒരുപാട് കുട്ടികളിപ്പം കോളേജിൻ്റെ ഒക്കെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ അവർക്കൊരു നെസ്റ്റാൾജിയ കിട്ടുന്നില്ല. അവർ +2 കഴിഞ്ഞവരുണ്ടാവും, ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവർ. അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ ഡിഗ്രി പഠിക്കണമെന്നും കോളേജിൽ പോകണമെന്നും കോളേജിൽ ചെത്തി നടക്കണമെന്നും. അവരത് മനസ്സിലിങ്ങനെ ഒതുക്കിയിട്ടേക്കുക. എനിക്കങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 2 വർഷം ഗ്യാപ്പ് വന്ന സമയത്ത് അതൊക്കെ തന്നെയാണ് എനിക്ക് പിന്നെയും പഠിക്കാൻ വരാൻ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, നമ്മളെ ഇൻ്റർനാഷണൽ റിലേഷൻ്റെ ഒരു പേപ്പർ പഠിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ പത്രം വായിക്കണം. ഞാൻ രാവിലെ വന്നിട്ട് ആദ്യം 10 മണിക്ക് ലൈബ്രറി വരും, ഒരു 3/4 മണിക്കൂർ പത്രം വായിക്കും. മെയിനായിട്ട് നോക്കണം അന്തർദേശീയ, പിന്നെ ജന്മഭൂമി ഉറപ്പായിട്ടും വായിക്കണം. എന്നാൽ 2014 ശേഷമുള്ള പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ജന്മഭൂമി ഒന്നും വിടാതെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും. അതുപോലെ ദേശീയ പത്രം മാത്രം, ദേശീയ ഭാഗം മാത്രം വായിച്ചാൽ മതി. പിന്നെ ഈ ഇംഗ്ലീഷ് പത്രം വായിക്കണം. അതിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും സകലതുണ്ടാകും. നമ്മൾ IR ആയതുകൊണ്ട് അത് ഉറപ്പായിട്ടും മതി. ഞാൻ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോയിന്റുകളൊക്കെ എഴുതി വരുന്നു. ഞാൻ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രി ചോദിച്ചാലും ഇപ്പം ജപ്പാനിൽ വന്ന സമയത്തൊക്കെ അയച്ചു, പുതിയൊരു ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, അത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അത് കറക്റ്റ് അപ്പോഴേ ഒരു ബുക്ക് കൊണ്ടിരുന്ന വായിക്കും, അത് അപ്പോഴേ നോട്ട് ചെയ്ത് വയ്ക്കും. കൂടെ അത് ഞാൻ അടുത്ത ദിവസം വരുമ്പം വേറെ ഒരെണ്ണം കിട്ടും, അപ്പോൾ ഞാൻ ആദ്യം എഴുതി ഒന്നുകൂടെ വായിക്കും. അങ്ങനെ എല്ലാ രാജ്യത്തിനും പ്രധാനമന്ത്രിമാരും പുതിയ നയങ്ങളും. ഫ്രഞ്ച് പ്രസിഡന്റിനെ ഇടയ്ക്ക് പൂർത്തിയാറ്റാൻ നോക്കുന്നു, പഴയ ഫ്രഞ്ച് പ്രസിഡന്റ്. അത് എക്സാമിന് വന്നില്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. പത്രം വായിക്കുന്നത് മെയിൻ ഒരു സാധനമാണ്. നമ്മളെ പേപ്പറിന് ഇൻ്റർനാഷണൽ റിലേഷൻ പൊളിറ്റിക്കൽ സയൻസ് അതിന് മെയിനായിട്ട് പത്രം വായിച്ചിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ദ തിങ് ഈസ് വേറെ ഓപ്ഷൻ ഇല്ല, ഇത് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക, അവസാനത്തെ ചാൻസ് ആയിട്ട് കാണുക, അങ്ങനെ പ്രിപ്പയർ ചെയ്യുക, എനിബഡി ക്യാൻ ക്വാളിഫൈ. ഓക്കെ, സോ കഹ, വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്.